ഹലോ ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ. അവിടെ എന്തിനു പോയി എന്ന് ചോദിച്ചാൽ അനിയത്തി രാമചന്ദ്രനിൽ നിന്ന് 4 ടോപ്പ് വാങ്ങിയിരുന്നു. അതിൽ ഒരു ടോപ്പ് പാകമല്ലാത്തത് കൊണ്ട് എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങാനായിട്ട് ഞങ്ങൾ പോയതാട്ടോ. 3 മണി സമയമാണെങ്കിലും പുറത്ത് നല്ല വെയിലും ചൂടും ഒരു പരുവത്തിലാണ് ഞങ്ങൾ ചെന്ന് കയറിയത്. അവിടെ എത്തിയപ്പോൾ നല്ലൊരു ആശ്വാസം. ഒരുപാട് പുതിയ കളക്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ക്രോപ്പ് ടോപ്പ് ആണെങ്കിലും ലോങ് ടോപ്പ് ആണെങ്കിലും പലാസോ പാൻ്റ് ആണെങ്കിലും ഒരുപാട് കളക്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്. പെരുന്നാളെ പ്രമാണിച്ച് വന്ന കളക്ഷൻസ് ആയിരിക്കും ഇതൊക്കെ. പണ്ടൊക്കെ നമ്മൾ സിറ്റിയിൽ നിന്നാണ് എന്താവശ്യത്തിന് ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നെയ്യാറ്റിൻകര രാമചന്ദ്രൻ വന്നതുകൊണ്ട് ആദ്യം ഇവിടെ പോയി ഒന്ന് നോക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് എടുക്കും. അപ്പോൾ അനിയത്തി ഗോവയ്ക്ക് ടൂറ് പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു പർച്ചേസിന് വേണ്ടി വന്നത് തന്നെ. ഇന്നലെ വന്നപ്പോൾ ഞാൻ ഈ ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു എന്നും പറഞ്ഞ് എനിക്ക് കാണിച്ചു തരുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. എക്സ്ചേഞ്ച് ചെയ്ത് അതേ ഡ്രസ്സ് വാങ്ങാൻ നോക്കിയപ്പോൾ അതേ ഡ്രസ്സിൽ അവൾക്ക് പറ്റുന്ന സൈസ് ഉണ്ടായിരുന്നില്ല. അവളങ്ങനെ ഓരോ ഡ്രസ്സ് എടുത്ത് നോക്കി എനിക്ക് കാണിക്കും കേട്ടോ. കാരണം ഞാൻ ഓക്കെ പറഞ്ഞാൽ മാത്രമേ അവൾ എടുക്കത്തുള്ളൂ. കാരണം ആൻറ്റിയുടെ വയറ്റിരിക്കുന്നത് അവൾക്ക് കേൾക്കാൻ വയ്യ. ഇതാകുമ്പോൾ എൻ്റെ തലയിൽ കൊണ്ടുപോയി അങ്ങ് വെച്ചാൽ മതിയല്ലോ. ഇവിടെ ഡ്രസ്സ് എടുക്കാൻ വരണമെങ്കിൽ ഒന്നുകിൽ ഒന്ന് നേരത്തെ എത്തണം, എങ്കിൽ മാത്രമേ നമുക്ക് ഒന്ന് തിരഞ്ഞു പിടിച്ച് നമുക്കൊരു ലാസ്റ്റ് ഒരു ഫൈനൽ സെക്ഷനിൽ നമ്മൾ ഏതൊക്കെ എടുക്കണം ഏതൊക്കെ എടുക്കണ്ട എന്നൊരു തീരുമാനത്തിലെത്താൻ പറ്റത്തുള്ളൂ കേട്ടോ. ഡ്രസ്സ് മാത്രമല്ല, ഓർണമെൻറ്റ്സ് ആയിരുന്നാലും മേക്കപ്പ് ആയിരുന്നാലും കിച്ചൺ ഐറ്റംസ് ആയിരുന്നാലും ചപ്പലുകളായിരുന്നാലും ബാഗുകളായിരുന്നാലും എല്ലാ ഐറ്റംസും ഇവിടെ വാങ്ങാനായിട്ട് പറ്റും കേട്ടോ. സിറ്റിയിലുള്ളതുപോലെ അത്ര അധികം കളക്ഷൻസ് ഇല്ലെങ്കിലും ഒരുവിധം നമുക്ക് ചെന്ന് സെലക്ട് ചെയ്ത് വാങ്ങാനായിട്ട് പറ്റും. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഈ മേക്കപ്പും ഓർണമെൻറ്റ്സും വെച്ചിരിക്കുന്ന സ്ഥലം അവരൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ട്രയൽ റൂമിനോട് ചേർന്നാണ് ഈ ഐറ്റംസൊക്കെ വെച്ചിരിക്കുന്നത് തന്നെ. ഈ ഐറ്റംസും ഇതുപോലെ തന്നെ ഏത് റേറ്റിന് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഏറ്റവും ചെറിയ സാധനം മുതൽ വലിയ ഐറ്റംസ് വരെ അവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് വാങ്ങാം. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് എക്സ്ചേഞ്ച് ചെയ്തതും അതുകൂടാതെ ഒരു ടോപ്പും എടുത്തു. അതിനുശേഷം 2 മേക്കപ്പ് പ്രോഡക്റ്റുകൾ എടുക്കാനുണ്ടായിരുന്നു. അതും എടുത്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ച് ബസ് സ്റ്റാൻഡിലെത്തി. അവളെ ബസ് കയറ്റി വിട്ടതിന് ശേഷം ഞാനും തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ബൈ ബൈ.